നമസ്കാരം. സീരിയലുകൾ അടക്കി വാഴുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ സീരിയലുകളുടെ ബഹളമാണ്. സീരിയലുകളിൽ കാലെടുത്ത് വെക്കുന്ന മിക്ക അഭിനേതാക്കളും ഇന്ന് ബിഗ് സ്ക്രീനിൽ തിളങ്ങുന്നുമുണ്ട്. എന്നാൽ രണ്ടിടത്തുമുള്ള വേതനവും വ്യത്യസ്തമാണ് എന്നതാണ് ശ്രദ്ധേയം. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ക്യൂകിംഗ് സാൻഡ് ഫി കഫി ബഹൂതി എന്ന സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ത്യൻ വീടുകളിൽ പരിചിതമായത്. ഐക്കണിക് ഷോയുടെ 2ാം സീസണിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരികയാണിപ്പോൾ. ഒരു റിപ്പോർട്ട് അനുസരിച്ച് നടിയും രാഷ്ട്രീയക്കാരിയുമായ സ്മൃതി ഇറാനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നുവെന്നാണ് വിവരം. സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ചിത്രീകരണം തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ താരം എത്രയാണ് പുതിയ സീരിയലിൽ ശമ്പളം വാങ്ങുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ബോളിവുഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുൻ കേന്ദ്രമന്ത്രിയായ നടിക്ക് ഒരു എപ്പിസോഡിന് 14 ലക്ഷം രൂപയാണ് ഈ സീരിയലിൽ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ അണിയറക്കാർ വിശദീകരണം നൽകിയിട്ടില്ല. ഇതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്യൂങ്കി സാസ് ഫി കഭി ബഹൂതിയുടെ പുതിയ സീസൺ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്മൃതി വീണ്ടും സെറ്റിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ചില ബോളിവുഡ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. സെറ്റുകളിലെ സുരക്ഷ വളരെ കർശനമാണെന്ന് ഇന്ത്യ ഫോറത്തോട് ഒരു വൃത്തം പറഞ്ഞു. ഷൂട്ടിന്റെ ഏതെങ്കിലും ഭാഗം ചോരുന്നത് ഒഴിവാക്കാൻ മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യുന്നത് എല്ലാം സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയായ സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ഈ ഷൂട്ട് എന്നാണ് വിവരം. അമർ ഉപാധ്യായ സർ, സ്മൃതി മാഡം, AK കപൂർ മാഡം എന്നിവരൊക്കെ സെറ്റിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യും. എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടാകും. സ്മൃതിയും കനത്ത സുരക്ഷയോടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. സെറ്റിലുള്ള എല്ലാവരും കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സ്മൃതി ഇറാനി ആദ്യമായി തുളസി ഇറാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പിന്നീട് അവരുടെ കഥാപാത്രം ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായി മാറി. 2000 മുതൽ 2008 വരെ ഈ പരമ്പര സംപ്രേഷണം ചെയ്തു. ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ശോഭ കപൂറും ഏക്ത കപൂറും ചേർന്നാണ് ഈ പരമ്പര നിർമ്മിച്ചത്. 2003 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നാണ് സ്മൃതി ഇറാനി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 2014 മുതൽ 2024 വരെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു സ്മൃതി ഇറാനി.